ആഭ്യന്തര വിപണികളുടെ കൂടുതൽ വിശേഷങ്ങൾ നമ്മളോടൊപ്പം പങ്കുവയ്ക്കാൻ പതിവ് പോലെ ഇൻ-ഹൗസ് എക്സ്പെർട്ട് പ്രദീപ് സർ നമ്മളോടൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് പ്രദീപ് സർ, വെൽക്കം ടു ദ ഷോ. മോർണിംഗ് പ്രിയ ആൻഡ് മോർണിംഗ് വ്യൂവേഴ്സ്. US വിപണിയിലേക്ക് നോക്കുകയാണെങ്കിൽ S&P 500 ഒക്കെ തന്നെ വീണ്ടും ഒരു പുതിയ റെക്കോർഡ് ഹൈയിലേക്ക് എത്തുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. തുടർച്ചയായിട്ടുള്ള സെഷനുകളിലൊക്കെ തന്നെ ഒരു നേട്ടം കൈവരിക്കാൻ വേണ്ടിയിട്ട് S&P 500 സാധിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ വീക്കിലേക്ക് നോക്കുകയാണെങ്കിൽ S&P 500 മേജർ ടെക് ഭീമന്മാരൊക്കെ തന്നെ അവരുടെ റിസൾട്ടുകൾ റിലീസ് ചെയ്യാനിരിക്കുകയാണ്. ഇനിയിപ്പോൾ FOMC മീറ്റിംഗിന്റെ യോഗം ആരംഭിക്കാനിരിക്കുകയാണ്. അങ്ങനെ ധാരാളം സംഭവങ്ങൾ ഇപ്പോൾ US വിപണിയെ സംബന്ധിച്ച് നടക്കാനുണ്ട്. സോ US വിപണിയിൽ ഇനിയിപ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു ലെവലുകൾ ഏതൊക്കെയാണ്? പ്രിയ, ഡൗ ജോൺസ് ഇൻഡെക്സ് ആൻഡ് നാസ്ഡാക്കിൽ നമുക്കറിയാൻ കഴിഞ്ഞ ഒരു 5-6 ആഴ്ചകളായിട്ട് അത് അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. ആൻഡ് ഇന്നലെ ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസ് എടുക്കുമ്പോഴേക്കും പുതിയൊരു റെക്കോർഡ് ഓൾ ടൈം ഹൈലോട്ടായിരുന്നു എത്തിച്ചേർന്നത്, 38,215. സോ നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാം. നമ്മൾ ഒരു സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടത് വുഡ് ബി 37,750 പോയിന്റ്. ഈ ഒരു സപ്പോർട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അണ്ടർടോൺ വിൽ കണ്ടിന്യൂ ടു ബി എക്സ്ട്രീംലി ബുള്ളിഷ്. നമ്മൾ നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസ് എടുക്കുമ്പോഴേക്കും സിമിലർ സ്റ്റോറി. സോ നാസ്ഡാക്ക് ഇൻഡെക്സ് ഇന്നലെ 3 ദിവസത്തെ കറക്ഷന് ശേഷം വളരെ ശക്തമായിട്ടായിരുന്നു ക്ലോസ് ചെയ്തത്. ആൻഡ് ഇന്നത്തെ ട്രേഡിംഗിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് നാസ്ഡാക്ക് ഇൻഡെക്സ് ഒരു പുതിയ ഓൾ ടൈം ഹൈലോട്ട് എത്തിച്ചേരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ആൻഡ് നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ ഐ എം എക്സ്പെക്ടിങ് അനദർ 300 to 400 points അഗെയിൻ. നൗ നടക്കുന്ന FOMC മീറ്റിംഗിൽ നമുക്ക് ഒരു നെഗറ്റീവ് സർപ്രൈസസും എക്സ്പെക്ട് ചെയ്യേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഫെഡറൽ റിസർവ് ഇൻട്രസ്റ്റ് റേറ്റിൽ എന്തെങ്കിലും മാറ്റം വരുത്തുമെന്ന്. മൈ എക്സ്പെക്ടേഷൻ ഇസ് ദാറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് നിലവിലുള്ള ലെവലിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. ബട്ട് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇസ് കഴിഞ്ഞ 2-3 മീറ്റിംഗിൽ നടന്നതുപോലെ തന്നെ ഫെഡറൽ റിസർവ് നമുക്ക് നൽകാൻ പോകുന്ന സൂചന വിൽ ബി ദാറ്റ് അവര് നിലവിലുള്ള ഇൻഫ്ലേഷൻ റേറ്റും ഇക്കണോമിക് എൻവയൺമെന്റും ഒക്കെ പഠിച്ചതിന് ശേഷം ഇനി വരാനുള്ള FOMC മീറ്റിംഗിലൊക്കെ തന്നെ അവർ ഇൻട്രസ്റ്റ് റേറ്റിൽ ഒരു മാറ്റം വരുത്തും എന്നുള്ളൊരു ഇൻഡിക്കേഷൻ ഐ തിങ്ക് ദേ വിൽ ഗിവ്. അപ്പം കൊമഡിറ്റി വിപണിയിലേക്ക് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞൊരു സെഷനിൽ ക്രൂഡ് വില താഴ്ന്നൊരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരുന്നത്. ഏകദേശം $1 ഒരു ഇടിവിലേക്ക് പോകുന്ന ഒരു സ്ഥിതിവിശേഷം കാണാൻ സാധിച്ചിരുന്നു. മിഡിൽ ഈസ്റ്റിൽ തുടരുന്ന ഈ ഒരു അനിശ്ചിതാവസ്ഥയൊക്കെ തന്നെ ക്രൂഡ് വിലയിൽ സ്വാധീനിക്കുന്നുണ്ട് എന്ന് പറയാൻ സാധിക്കുന്നുണ്ട്. ക്രൂഡിനെ സംബന്ധിച്ച് സാറിന്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? അണ്ടർലൈൻ ട്രെൻഡ് ഇപ്പോൾ ഷോർട്ട് ടേം ട്രെൻഡ് ഹസ് ടേൺഡ് ബുള്ളിഷ്. ബട്ട് ക്രൂഡിന്റെ കേസിൽ $80 ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. സോ യെസ്റ്റർഡേ നമ്മൾ കണ്ടത് ആ ഒരു ലെവലിൽ എത്തിയതിനു ശേഷം ക്രൂഡിന്റെ കേസിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നമുക്ക് കാണാൻ ഇടയുണ്ടായി. നമ്മൾ ഇപ്പോൾ ഇനി സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടത് വുഡ് ബി $73 to $74. $73-74 ക്രൂഡിൽ ഒരു കറക്ഷൻ നടന്നു കഴിഞ്ഞാൽ അത് നമുക്കൊരു ബൈയിങ് അവസരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ആൻഡ് മൈ എക്സ്പെക്ടേഷൻ ഇസ് ദാറ്റ് ക്രൂഡ് $80 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. സോ അറ്റ് ദ മൊമെന്റ് നമ്മൾ ക്രൂഡിന്റെ കേസിൽ ഒരു പുതിയ ഷോർട്ട് പൊസിഷൻ ഒന്നും തന്നെ എടുക്കരുത്. കറക്ഷൻ നടക്കുന്ന സമയത്ത് നമുക്കൊരു പുതിയ ലോങ് പൊസിഷന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഗോൾഡിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഔൺസിന് $2032.14 എന്ന റേഞ്ചിലാണ് ഇപ്പോൾ ട്രേഡിംഗ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഗോൾഡിലുള്ള സാറിന്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? ഗോൾഡില് കഴിഞ്ഞ ആഴ്ച $2040 സപ്പോർട്ട് ബ്രേക്ക് ചെയ്തതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറിയിരുന്നു. ബട്ട് അതിനുശേഷം നമ്മൾ കാര്യമായിട്ടൊരു സെല്ലിംഗ് ഒന്നും തന്നെ സ്വർണത്തിന്റെ കേസിൽ കണ്ടിട്ടില്ല. അറൌണ്ട് 2020-2040 റേഞ്ചില് സ്വർണം ഒരു കൺസോൾട്ടേഷൻ നടത്തി വരുന്നത്. നമുക്ക് ഇന്ന് ശ്രദ്ധിച്ചിരിക്കാവുന്ന സപ്പോർട്ട് ഏരിയ $2045 ആയിരിക്കണം. $2045 മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഷോർട്ട് ടേം ട്രെൻഡ് തിരിച്ച് ബുള്ളിഷായി മാറും. അറ്റ് ദ സെയിം ടൈം സപ്പോർട്ടായിട്ട് ഇന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ടത് വുഡ് ബി അറൌണ്ട് $2000. $2000 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നെ നമ്മൾ സ്വർണത്തിന്റെ കേസിൽ ലോങ് പൊസിഷൻ ഒന്നും തന്നെ മെയിൻറ്റെയിൻ ചെയ്യരുത്.
ആഭ്യന്തര വിപണിയിലേക്ക് വരുന്ന സമയത്ത് കഴിഞ്ഞ ദിവസം 21,433 എന്നൊരു റേഞ്ചിലായിരുന്നു വ്യാപാരം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റം തന്നെയായിരുന്നു കഴിഞ്ഞ സെഷനിൽ നമുക്ക് കാണാൻ സാധിച്ചത്. ഇന്നലത്തെ ഒരു ഇൻട്രാഡേയിൽ 21,763 എന്നൊരു ഇൻട്രാഡേ ഹൈ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിഫ്റ്റിക്ക് സാധിച്ചു. അതായത് 21,750 എന്നൊരു ലെവൽ മറികടക്കുന്നതിന് വേണ്ടി നിഫ്റ്റിക്ക് സാധിച്ചിരുന്നു. അവസാന നിമിഷങ്ങളിൽ 21,737 എന്നൊരു റേഞ്ചിൽ തന്നെയായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്. തീർച്ചയായിട്ടും റിലയൻസും HDFCയും ഒക്കെ തന്നെ ശക്തമായിട്ടുള്ള ഒരു പിന്തുണ തന്നെയായിരുന്നു കഴിഞ്ഞ സെഷനിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ച് നമുക്ക് സ്റ്റോക്കുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിന് മുൻപ് നിഫ്റ്റിയെ സംബന്ധിച്ച് ഇനി പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? ഇന്നലെ ഇത്രയും ശക്തമായിട്ടൊരു റിക്കവറി കണ്ടെങ്കിലും നിഫ്റ്റിയിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസ് ലെവൽ 21,800 പോയിന്റ് ആയിരിക്കണം. ആ ഒരു റെസിസ്റ്റൻസിന്റെ മുകളിൽ നിഫ്റ്റി 50 ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് നിഫ്റ്റി തിരിച്ച ഷോർട്ട് ടേം ബുള്ളിഷായി എന്ന് വിലയിരുത്താൻ സാധിക്കത്തുള്ളൂ. ബട്ട് ഇന്നലത്തെ ട്രേഡിംഗ് നോക്കുമ്പോഴേക്കും നമുക്ക് വെരി വെരി ഇൻട്രസ്റ്റിംഗ് ഇന്നലെ റിലയൻസിൽ കണ്ട ഒരു ഷാർപ്പ് റിക്കവറി. സോ റിലയൻസ് ഇന്നലെ ഒത്തിരി മാസങ്ങൾക്ക് ശേഷം ഇത്ര ശക്തമായിട്ടൊരു ക്ലോസിംഗ് നമുക്ക് നൽകിയത് 7% ആയിരുന്നു നമുക്ക് റിലയൻസ് ഇൻഡസ്ട്രീസിൽ നേട്ടം കിട്ടിയത്. ആൻഡ് ഇന്ന് മൈ എക്സ്പെക്ടേഷൻ ഇസ് ദാറ്റ് അറ്റ്ലീസ്റ്റ് ഏർലി മോർണിംഗ് റിലയൻസ് ഇൻഡസ്ട്രീസിലും അതുപോലെ തന്നെ നിഫ്റ്റി 50-ലും നമുക്ക് അല്പം പ്രോഫിറ്റ് ടേക്കിംഗ് എക്സ്പെക്ട് ചെയ്യാം. ആൻഡ് നമ്മൾ റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ഫൈനാൻഷ്യൽസിലൊക്കെ കംഫർട്ടബിൾ ആണെങ്കിൽ അങ്ങനെ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് നമുക്കൊരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാനായിട്ട് ശ്രമിക്കാം. എനിക്ക് തോന്നുന്നില്ല നിഫ്റ്റി 50-ല് കാര്യമായിട്ടൊരു സെല്ലിംഗ് വരുമെന്ന്. സോ അണ്ടർ ടോൺ തിരിച്ച് ബുള്ളിഷ് ആകുമെന്ന് തന്നെ ഞാൻ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. യെസ്. ഒപ്പം തന്നെ നിഫ്റ്റി ബാങ്കിലേക്ക് വരുമ്പോൾ 576 പോയിന്റിന്റെ ഒരു നേട്ടത്തിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്. 45,442 എന്ന റേഞ്ചിലാണ് ട്രേഡിംഗ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നലത്തെ ഒരു ഇൻട്രാഡേയിൽ 45,660 എന്നൊരു റേഞ്ചിലാണ് ഒരു ഇൻട്രാഡേ ഹൈ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത്. നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ച് സാറിന്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? നിഫ്റ്റി ബാങ്കിന്റെ കേസിൽ അൺഫോർച്ചുനേറ്റ്ലി ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി കഴിഞ്ഞ ആഴ്ച തന്നെ മാറിയിരുന്നു. ആൻഡ് ഇന്നലെ നമ്മൾ HDFC ബാങ്കിന്റെ കേസിൽ കണ്ട റിക്കവറി വെറും ഒരു ഷോർട്ട് കവറിംഗ് ആയിട്ട് മാത്രമാണ് ഞാൻ വിലയിരുത്തുന്നത്. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ ഷോർട്ട് ടേം ട്രെൻഡ് തിരിച്ച് ബുള്ളിഷായി മാറണമെങ്കിൽ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് 47,000 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അത് എളുപ്പമായിരിക്കത്തില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇൻട്രസ്റ്റിംഗ്ലി ഇന്നലത്തെ ട്രേഡിംഗിൽ വീണ്ടും നമുക്ക് ശക്തമായിട്ട് ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചത് ഇറ്റ് വാസ് ഇൻ ദ പബ്ലിക് സെക്ടർ ബാങ്ക്സ്. സോ PSU ബാങ്കിങ് സ്റ്റോക്സിൽ അണ്ടർടോൺ വളരെ ബുള്ളിഷ് ആയിട്ട് തന്നെ തുടരുന്നു. ആൻഡ് PSU ബാങ്കിങ് സ്റ്റോക്സിലായിരിക്കണം നമ്മുടെ ഫോക്കസ് മുഴുവൻ അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം അദാനി, റിലയൻസ് ഓൾറെഡി നമ്മൾ സാർ പറഞ്ഞു, അദാനി സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിലും ശക്തമായിട്ടുള്ളൊരു മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അദാനി എന്റർപ്രൈസ് നല്ലൊരു നേട്ടത്തിൽ തന്നെയായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്. അദാനി പോർട്സും നല്ലൊരു ശക്തമായിട്ടുള്ളൊരു മൂവ്മെന്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പം കഴിഞ്ഞ ദിവസം അദാനി ഗ്രീനിന്റെ റിസൾട്ടുകൾ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അദാനി ഓഹരികളെ സംബന്ധിച്ച് ഈ വീക്കിൽ തന്നെയാണ് അദാനി എന്റർപ്രൈസും അദാനി പോർട്സും ഒക്കെ തന്നെ റിസൾട്ടുകൾ റിലീസ് ചെയ്യാനിരിക്കുന്നത്. അദാനി ഓഹരികളിലുള്ള സാറിന്റെ മുന്നോട്ടേക്കുള്ള ഒരു വ്യൂ എന്താണ്? സോ അദാനി സ്റ്റോക്സിൽ ഞാൻ കഴിഞ്ഞ 2-3 മാസങ്ങളായിട്ട് ഐ ബീൻ എക്സ്ട്രീംലി ബുള്ളിഷ്. ആൻഡ് നമ്മളിപ്പോ അദാനി സ്റ്റോക്സിന്റെ ഒരു പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ ഡിസംബർ മാസത്തിന് ശേഷം അദാനി സ്റ്റോക്സിലൊക്കെ ഒരു നല്ല കൺസോൾട്ടേഷൻ നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അദാനി എനർജി സൊല്യൂഷൻസിന്റെ കേസിൽ നമുക്കൊരു പുതിയ ബൈയിങ് ഇനി ലഭിക്കണമെങ്കിൽ 1,180 രൂപയുടെ റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യണം. അദാനി ഗ്രീനിന്റെ കേസിൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 1,810 രൂപയിലാണ് കാണുന്നത്. അദാനി പോർട്ടിന്റെ കേസിൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് കാണുന്നത് 1,240 രൂപയില്. അദാനി പവറിന്റെ കേസിൽ മേജർ റെസിസ്റ്റൻസ് കാണുന്നത് 600 രൂപയിലും. അദാനി വിൽമറിന്റെ കേസിൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് നമുക്ക് അദാനി വിൽമറിന്റെ കേസിൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നത് 375 രൂപയിൽ. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം റിലയൻസ് ശക്തമായിട്ടുള്ളൊരു മൂവ്മെന്റ് രേഖപ്പെടുത്തിയപ്പോൾ ജിയോഫിനെ സംബന്ധിച്ചും 4% ഒരു നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ബജാജ് ഫിനാൻസ് തങ്ങളുടെ റിസൾട്ടുകൾ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. NBFC സെക്ടറിലെ ജിയോയും ഒപ്പം തന്നെ ബജാജ് ഫിനാൻസുമാണ് ഏറ്റവും അധികം ലീഡ് ചെയ്ത് നിൽക്കുന്നത്. ജിയോ ഫിനാൻസിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം 251 രൂപ എന്ന റേഞ്ചിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്. ജിയോഫിനിലുള്ള സാറിന്റെ ഒരു മുന്നോട്ടേക്കുള്ള വ്യൂ എന്താണ്?
സോ ഇന്നലെ നമ്മുടെ ട്രെൻഡ് സെറ്റേഴ്സ് ഫോറത്തിൽ ഞാൻ ജിയോഫിനെ കുറിച്ച് എടുത്തു പറഞ്ഞിരുന്നു. ആൻഡ് ഞാൻ സൂചിപ്പിച്ചത് എൻറ്റയർ NBFC സ്പേസിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സ്റ്റോക്ക് നിലവിൽ ജിയോഫിൻ ആണെന്ന്. ആൻഡ് ഞാൻ എക്സ്പെക്ട് ചെയ്തതുപോലെ തന്നെ ജിയോഫിനിൽ ഇന്നലെ ശക്തമായിട്ട് നമുക്കൊരു മുന്നേറ്റം കാണാൻ സാധിച്ചു. ജിയോഫിന്റെ കേസിൽ അടുത്ത 3-4 മേജർ റെസിസ്റ്റൻസ് ലെവൽസ് ഞാൻ നോട്ട് ചെയ്തിരിക്കുന്നത്. ആദ്യത്തത് 260 രൂപ, അതിനുശേഷം 275 രൂപ, അതിനുശേഷം 285 രൂപയും അവസാനമായിട്ട് 300 രൂപയും. സോ എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ ഈ ഓരോ റെസിസ്റ്റൻസ് ലെവലിലോട്ടും ജിയോഫിൻ നമുക്ക് നേട്ടം നൽകുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. ഒപ്പം ഇന്നിപ്പോൾ റിസൾട്ട് റിലീസ് ചെയ്യാൻ പോകുന്ന കമ്പനികളിൽ ലാർസൻ & ട്യൂബ്രോ തങ്ങളുടെ നമ്പേഴ്സ് റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കമ്പനിയെ സംബന്ധിച്ച് ഈ ഒരു ക്വാർട്ടറിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു ഓർഡർ ഇൻഫ്ലോ കമ്പനിക്ക് രേഖപ്പെടുത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല ഒരു പരിധി വരെ അവരുടെ ഡെപ്റ്റ് കുറച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടും ഈ ഒരു പാദത്തിൽ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. കമ്പനിയെ സംബന്ധിച്ച് നെറ്റ് പ്രോഫിറ്റ് ഒരു ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് ഏകദേശം 30% വർധനവ് രേഖപ്പെടുത്തിയേക്കാം എന്ന് തന്നെയാണ് ഇപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്നത്. വരുമാനത്തിലും 20% ഒരു വർധനവ് ഉണ്ടായേക്കാം. 55,720 കോടി രൂപയായിട്ട് ഇത്തവണ വരുമാനം ഉയർന്നേക്കാം എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. എബിഡ പരിശോധിക്കുകയാണെങ്കിലും ഒരു 22% വർധനവ് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ലാർസൻ & ട്യൂബ്രോയിലുള്ള സാറിന്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? പ്രധാനമായിട്ട് മുന്നോട്ടേക്ക് ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? L&T എനിക്ക് തോന്നുന്നത് എവറി ഇൻവെസ്റ്റർ അവരുടെ പോർട്ട്ഫോളിയോയിൽ ചേർക്കേണ്ട ഒരു സ്റ്റോക്ക് L&T. ആൻഡ് ഈ വരുന്ന ക്വാർട്ടറിൽ ഐ എം എക്സ്പെക്ടിങ് എക്സലന്റ് റിസൾട്ട്സ് ഫ്രം L&T. L&Tയുടെ കേസിൽ ചാർട്ട് നോക്കുമ്പോഴേക്ക് L&T ഇന്നലത്തെ ട്രേഡിംഗിൽ റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവലിലോട്ട് എത്തിയിട്ടുണ്ട്. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി ഈ ഹൈ ലെവൽസിൽ നമുക്കൊരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കത്തില്ല. നമ്മുടെ കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 3,500 രൂപ സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഒപ്പം തന്നെ മറ്റൊരു കമ്പനി റിസൾട്ട് റിലീസ് ചെയ്തത് CSB ബാങ്ക് ആയിരുന്നു. CSB ബാങ്കിനെ സംബന്ധിച്ച് നെറ്റ് പ്രോഫിറ്റിൽ ഒരു ഇടിവാണ് ഇത്തവണ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു 4% ഒരു ഇടിവ് നെറ്റ് പ്രോഫിറ്റിൽ ഉണ്ടായിട്ടുണ്ട്. NII നോക്കുകയാണെങ്കിൽ 10% ഒരു വർധനവാണ് ബാങ്കിന് ഉണ്ടായിരിക്കുന്നത്. എന്നാൽ NPAയിലേക്ക് വരുമ്പോൾ 1.27% നിന്നും 1.22% ഒരു മാർജിനൽ ഡിക്ലൈൻ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ബേസിസിൽ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം CSB ബാങ്കിന്റെ ഒരു പ്രകടനം വിലയിരുത്തുകയാണെന്നുണ്ടെങ്കിൽ 0.28% ഒരു മുന്നേറ്റത്തിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. CSB ബാങ്ക് ഈ വർഷം ഇതുവരെ ആരംഭിച്ചതിന് ശേഷം അതിന്റെ പെർഫോമൻസ് വിലയിരുത്തുന്ന സമയത്ത് ഒരു നെഗറ്റീവ് റിട്ടേൺ ആണ് നിക്ഷേപകർക്ക് നൽകിയിരിക്കുന്നത്. ഓൾമോസ്റ്റ് ഒരു 11% ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. CSB ബാങ്കിലുള്ള സാറിന്റെ ഒരു മുന്നോട്ടേക്കുള്ള ഒരു വ്യൂ എന്താണ്? ഒപ്പം തന്നെ അതിൽ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? CSB ബാങ്കിന്റെ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് കഴിഞ്ഞ ഒരു മാസമായിട്ട് ഈ സ്റ്റോക്കിൽ ശക്തമായിട്ട് ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സ്റ്റോക്കിന്റെ നിലവിലുള്ള ഓൾ ടൈം ഹൈ ഇസ് അറൌണ്ട് 420 രൂപ. ആൻഡ് അതായിരിക്കും ഒരു മേജർ റെസിസ്റ്റൻസ്. സ്റ്റോക്കിന്റെ നിലവിലുള്ള ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. ആൻഡ് ഈ ഷോർട്ട് ടേം ബെയറിഷ് ട്രെൻഡ് റിവേഴ്സ് ചെയ്യണമെങ്കിൽ സ്റ്റോക്ക് ഈ ആഴ്ചത്തെ ട്രേഡിംഗിൽ 400 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യണം. 400 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ദെൻ സ്റ്റോക്കിന് വന്നിട്ട് 420 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിക്കും. ഒപ്പം ബെല്ലിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം റിസൾട്ട് റിലീസ് ചെയ്തപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ടുകൾ റിലീസ് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. 40% ഒരു മുന്നേറ്റമാണ് ഈ ഒരു കമ്പനിയുടെ അറ്റാദായത്തിൽ ഉണ്ടായിരിക്കുന്നത്. വരുമാനം പരിശോധിക്കുകയാണെങ്കിൽ പക്ഷേ 0.2% ഒരു മാർജിനൽ ഡിക്ലൈൻ മാത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 4,162 കോടി രൂപയായിട്ടാണ് ഇത്തവണ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എബിഡയിൽ ഒരു മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. 24% ഒരു മുന്നേറ്റമാണ് എബിഡയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ബെല്ലിന്റെ ഓഹരികളെ സംബന്ധിച്ച് ഒരു നേട്ടത്തിൽ തന്നെയായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്. 1% ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഭാരത് ഇലക്ട്രോണിക്സിലുള്ള സാറിന്റെ വ്യൂ എന്താണ്? സോ ഭാരത് ഇലക്ട്രോണിക്സിന്റെ നിലവിലുള്ള ട്രെൻഡ് കണ്ടിന്യൂസ് ടു ബി എക്സ്ട്രീംലി ബുള്ളിഷ്. ആൻഡ് ട്രേഡിംഗ് ഇപ്പോൾ നടത്തി വരുന്നത് റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവലിന്റെ വളരെ അടുത്താണ് കാണുന്നത്. സോ നമുക്കൊരു പ്യോർ ഷോർട്ട് ടേം ട്രേഡിംഗ് അവസരം നോക്കുന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് 196 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചിരിക്കുക. 196 റുപ്പീസിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ സ്റ്റോക്കിൽ നമുക്ക് ഷോർട്ട് ടേമിൽ തന്നെ നമുക്ക് നല്ല നേട്ടം എക്സ്പെക്ട് ചെയ്യാം.
ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് ഏരിയ 179 രൂപയായിരിക്കണം. അപ്പം മറ്റൊരു പ്രധാന ഓഹരി വോഡഫോൺ ഐഡിയ തന്നെയാണ്. വോഡഫോൺ ഐഡിയയെ സംബന്ധിച്ച് അവര് ഒരു അറ്റ നഷ്ടം രേഖപ്പെടുത്തിയത് 6,986 കോടി രൂപയുടെ അറ്റ നഷ്ടമായിരുന്നു രേഖപ്പെടുത്തിയത്. എങ്കിൽ പോലും കഴിഞ്ഞ വർഷത്തെ അല്ലെങ്കിൽ പ്രീവിയസ് ക്വാർട്ടറിലെ അറ്റ നഷ്ടത്തിൽ നിന്ന് കുറച്ചു കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. 8,738 കോടി രൂപയിൽ നിന്നുമാണ് ഇപ്പോൾ ഈ ഒരു അളവിലേക്ക് കുറഞ്ഞു വന്നിരിക്കുന്നത്. എന്നാൽ വരുമാനം പരിശോധിക്കുമ്പോൾ ഒരു 0.4% ഒരു ഇടിവാണ് ഇത്തവണ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 10,673 കോടി രൂപയായിട്ട് ഇത്തവണ അവരുടെ വരുമാനം നേരിയ തോതിൽ കുറഞ്ഞതായിട്ടാണ് കാണുന്നത്. വോഡഫോൺ ഐഡിയയെ സംബന്ധിച്ച് 14 രൂപ എന്ന റേഞ്ച് തന്നെയാണ് ഇപ്പോൾ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നതും. വോഡഫോൺ ഐഡിയയിലുള്ള സാറിന്റെ ഒരു സ്റ്റാൻസ് എന്താണ്? സോ വോഡഫോൺ ഐഡിയയുടെ ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആയി തന്നെ തുടരുന്നുണ്ട്. എങ്കിലും ഇതൊരു പ്യോർ സ്പെക്യുലേറ്റീവ് ബൈ ആയിട്ട് നമുക്കത് കരുതാൻ സാധിക്കത്തുള്ളൂ. സ്റ്റോക്കിന്റെ മേജർ റെസിസ്റ്റൻസ് സപ്പോർട്ട് കാണുന്നത് 14 രൂപയിലും ആൻഡ് മേജർ റെസിസ്റ്റൻസ് ഇപ്പോൾ കാണുന്നത് 15 രൂപ 25 പൈസ. സോ 15 രൂപ 25 പൈസയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ സ്റ്റോക്കിൽ നമുക്കൊരു 2 രൂപയുടെ നേട്ടം എക്സ്പെക്ട് ചെയ്യാം. ബട്ട് ഇത് ഫ്രം എ ഫൈനാൻഷ്യൽ പോയിന്റ് ഓഫ് വ്യൂ ഈ സ്റ്റോക്കിൽ ഒരു ലോങ് പൊസിഷൻ എടുക്കുന്നത് വളരെ റിസ്കി ആയിരിക്കും. ഒപ്പം പിരാമൽ എന്റർപ്രൈസിന്റെ കേസ് കൂടി നമുക്ക് പരിഗണിക്കേണ്ടതുണ്ട്. കമ്പനിയെ സംബന്ധിച്ച് അറ്റ നഷ്ടം 2,377 കോടി രൂപയായിട്ടാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 3,545 കോടി രൂപയുടെ അറ്റാദായം രേഖപ്പെടുത്തിയ സ്ഥാനത്താണ് ഇപ്പോൾ വലിയ തോതിലേക്കുള്ള ഒരു നഷ്ടത്തിലേക്ക് വഴിമാറിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. റവന്യൂ പരിശോധിക്കുകയാണെങ്കിൽ 12% ഒരു ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2,476 കോടി രൂപയായിട്ടാണ് ഇത്തവണ വരുമാനം കുറഞ്ഞിരിക്കുന്നത്. പിരാമൽ എന്റർപ്രൈസ് കഴിഞ്ഞ ദിവസം ഒരു 1% ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയിരുന്നു. പിരാമൽ എന്റർപ്രൈസിന്റെ റിസൾട്ടിനെ സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഒപ്പം തന്നെ ഈ ഒരു സ്റ്റോക്ക് കൈവശമുള്ള നിക്ഷേപകർ സ്വീകരിക്കേണ്ട ഒരു സ്റ്റാൻസ് എന്താണ്? Unfortunately, Piramal Enterprises ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. ആൻഡ് ഫൈനാൻഷ്യൽ റിസൾട്ട്സും നല്ലൊരു റിസൾട്ട് ആണെന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നില്ല. അതിനെ തുടർന്ന് ഈ സ്റ്റോക്കിലെ ലോങ് പൊസിഷൻസ് എല്ലാം തന്നെ അവോയ്ഡ് ചെയ്യുക. സ്റ്റോക്കിൽ തിരിച്ച് നമ്മളൊരു ബുള്ളിഷ്നെസ് കാണുമെങ്കിൽ 970 രൂപയുടെ മുകളിൽ സ്റ്റോക്ക് ക്ലോസ് ചെയ്യണം. ആൻഡ് ഇറ്റ്സ് എ ഹൈലി റിസ്കി സ്റ്റോക്ക് അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം.